ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വന്നത് ചുമ്മാല്ല കേട്ടോ, ഒരു അടിപൊളി അഡാർ ഐറ്റമായിട്ടാണ്. നമ്മൾ ഒരു സ്പെഷ്യൽ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു മോഡൽ. അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ, അമ്മാതിരി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം, എങ്കിൽ അതിൻ്റെ റിയൽ ടേസ്റ്റ് ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുക്കറിൽ ആദ്യം ഞാൻ പിന്നെ നീട്ടി വലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാണിക്കാത്തത്, നമുക്ക് അങ്ങ് ചെയ്ത് പോകുമ്പോൾ കാണാമല്ലേ. അപ്പോൾ ആദ്യം നമ്മളൊരു കുക്കർ എടുത്ത് അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിനുശേഷം നമ്മൾ സവാള എല്ലാം ഇട്ട് എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളി, അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സ്ലൈസ് ചെയ്താണ് കേട്ടോ ഇടുന്നത്. നമ്മുടെ ബീഫൊക്കെ ഞാൻ നേരത്തെ തന്നെ വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊരു ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വരുമ്പോൾ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയാൽ മതി അല്ലേ. ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. നമ്മുടെ സാധാ വറ്റൽമുളകാണെങ്കിൽ നമുക്ക് എരി നല്ലതുപോലെ കാണും കുറച്ചെടുക്കുമ്പോൾ തന്നെ. ഇതിൽ നമ്മുടെ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അധികം എരി കാണത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻസിലോട്ട് ഇട്ട് കൊടുക്കാം, നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അത് എല്ലാം കൂടെ ഒന്ന് സെറ്റായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് പൊടിച്ച മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കാശ്മീരി മുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഇതിൽ വേണം കേട്ടോ നമുക്കൊന്ന് ക്രഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മുളക് പൊടി ഇടുന്നതിനും കാട്ടി ടേസ്റ്റ് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകമില്ലേ അത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഒരു ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് തല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ക്രഷാക്കി വെച്ച നമ്മുടെ കാശ്മീരി മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആകാം. ഞാൻ പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിടുന്നത് കല്ലുപ്പാണ്. ഉപ്പൊടിയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ, കുറച്ച് മാത്രം മതി. ബീഫ് നമ്മൾ എത്ര വെള്ളം വാരാൻ വെച്ചിരുന്നാലും കുറച്ചുകൂടെ വെള്ളം അതിൽ നിൽക്കും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു റോസ്റ്റ് പോലത്തെ ഒരു റോസ്റ്റല്ല, അത്യാവശ്യം ഗ്രേവി ഉള്ള ടൈപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ആവശ്യത്തിന് മാത്രം ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുക്കറൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു അത് വേവുന്ന അനുസരിച്ചുള്ള വിസിൽ കൊടുക്കുക. ചിലപ്പോൾ ചില ബീഫിന് നമുക്ക് വേവ് കുറവായിരിക്കും, ചിലതിന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ അവരവരുടെ പാകത്തിനനുസരിച്ചുള്ള വിസിൽ തന്നെ കേൾപ്പിക്കാം. നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ രക്ഷയില്ല കേട്ടോ, നല്ല നമ്മൾ ഉദ്ദേശിച്ചതിനും കാട്ടി പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് റോസ്റ്റായിട്ട് എടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഗ്രേവി ഇതിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ പിന്നെ ഒന്നും നോക്കണ്ട, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള നമുക്ക് പാലാടയാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ പാലാട എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി പാലാടയും കൂടെ പോയി സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇനി മേളിൽ കുറച്ചുകൂടെ ഞാനൊന്ന് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം, അത് കുറച്ചുകൂടെ ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ പാലാടയും കൂടെ ഇനി നമുക്കൊന്ന് വീശിയിട്ട് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിൻ്റെ കൂടെ ഏത് ഇത് വേണോ ചൂസ് ചെയ്യാം. ഇതും ചപ്പാത്തി ആണെങ്കിലും പുട്ടും ആണെങ്കിലും എന്തിനോടായിരുന്നാലും ഭയങ്കര കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇതാണ് കേട്ടോ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കണം. നമ്മുടെ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്ത് ഇട്ടേക്കണം. എങ്കിലേ നമ്മളെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.